എന്റെ ചേട്ടൻ ഒരു പോക്കായടാ. എന്ത് പറ്റിയേട്ടാ? ചേട്ടനെ കൊല ചെയ്തടാ. ഞാൻ ജീവച്ചവമായടാ. കൈ ഒടിഞ്ഞോ? ചേട്ടൻ കരയാതെ, നമുക്കിതിന് പ്രതികാരം ചെയ്യാം. ഞാനല്ലേ പറയുന്നത്. മാറി നിൽക്കണോ ചൂര്? ഈ കല്യാണവും നിന്റെ അളിയന്മാരും മുടക്കിയടാ മോനെ. ഇവന്മാരെ അടിച്ചിറക്കി എരുമച്ചാണകം തെളിക്കാതെ ഈ കുടുംബം രക്ഷപ്പെടാൻ പോണില്ല. നിശ്ചയത്തീയതിയും പറഞ്ഞുറപ്പിച്ച് കാറിൽ കയറി വടക്കോട്ട് പോയ ചെറുക്കനെയും കൂട്ടരെയും സൈക്കിളിൽ ചെന്നാ മുടക്കിയത്. ഈ എലുമ്പം കളരിയാണ് കല്യാണങ്ങൾ മുടക്കുന്നല്ലേ? ഈ പന്നപ്പാട്ടുകാരനാണല്ലേ ഈ കല്യാണം മുടക്കിയത്? അവര് കാര്യം ചോദിച്ച് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറക്കുമ്പോ പള്ളിമുക്കിലെ കടത്തിന്നേല് ആൾക്കാരെടുത്ത് കിടത്തിയിരിക്കുന്നു, ചുറ്റും ആൾക്കാർ. എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയവൻ ആരായിരുന്നാലും ഞാൻ അവനെ തട്ടും. എന്നിട്ട് ഞാൻ ഇനി ഉറങ്ങൂ. തട്ടും ഞാൻ. ഇപ്പൊ തട്ടണ്ടവനെ ഞാൻ ക്ഷമിച്ചു. പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ ഞാനിവിടെ ചോര വിയർപ്പാക്കി പണിയെടുക്കുമ്പോൾ അത് കലക്കാൻ വേണ്ടി അതേ വീട്ടിൽ മറ്റൊരാൾ. നിങ്ങൾക്കൊക്കെ ഹൃദയം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടോ? ഈ ചേട്ടൻ ഗതി കണ്ടോ? നമ്മളെ സഹായിക്കാൻ വേണ്ടി പോയി എന്നൊരു തെറ്റ് മാത്രമേ ഈ ചേട്ടൻ ചെയ്തിട്ടുള്ളൂ. അഭിനയിക്കൂടാ, നീ അഭിനയിക്കും. അനുഭവിക്കും. എനിക്കിപ്പോ അറിയണം ആരാ ഈ കല്യാണം കലക്കിയത്. അളിയന്റെ കൂടെ ഞാനുണ്ട്. പറയാ ഇങ്ങോട്ട് മാറി നിൽക്കണം. കല്യാണം കലക്കിയത് ആരാണെന്ന് അളിയൻ തെളിച്ചു പറ. അവന്റെ തല ഞാൻ എടുക്കും. താൻ തല വടിക്കും. സ്വന്തം അനിയത്തിയുടെ കല്യാണം മുടക്കിയിട്ട് മീശയും പിരിച്ച് കുറിയും വരച്ച് അടക്കുന്ന ചിലര്. കല്യാണം മുടക്കിയത് ഞങ്ങളാണെന്ന്. മുടക്കിയത് മുടങ്ങി. ഇനി ഇവിടെ ഇത്തിരി സ്വൈര്യം വേണം. അളിയ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടുപേർക്ക് കൂടി ചെറുക്കന്റെ വീട്ടിൽ പോവാം. ഇവന്റെ കള്ളക്കളി ഇന്ന് പുറത്താക്കാം. രണ്ടാള് മാത്രം ആക്കണ്ട, ഞാനും കൂടെ വരാം. ആരുടെ കള്ളത്തരമാണ് പുറത്താക്കാൻ? വേണാളിയാ വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഏതോ ഒരു തെണ്ടി പറഞ്ഞപ്പോ അതും വിശ്വസിച്ച് പറഞ്ഞ വാക്കും തെറ്റിച്ചു പോയ അവന്മാരുമായിട്ടുള്ള ഒരു ബന്ധവും നമുക്കിനി വേണ്ട. ആ പടി ഇനി വാരിക്കുഴി അശോകൻ നായർ കടക്കില്ല. പിന്നൊരു കാര്യം, ഇതും പറഞ്ഞ് എന്നെ ഇനി വിഷമിപ്പിക്കരുത്. അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. എന്റെ കൈ കിട്ടും. കണ്ണുരുട്ടി പേടിപ്പിക്കാതെ. ഇതിലൊന്നും വരളുന്നവനല്ല എല്ലാലിച്ചും പെരുവഴി. നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഓവറായേനെ. ഇതിന്റെ പിന്നിൽ ആരുടെയോ കറുത്ത കൈ പ്രവർത്തിച്ചിട്ടുണ്ട്. കറുത്ത കൈയോ? ഇവിടെ ആർക്കാ ഇപ്പൊ കറുത്ത കൈ ഉള്ളത്? അപ്പൊ പുറത്തുനിന്ന് ആരെങ്കിലും ആയിരിക്കും. ഓ, ഞാനൊരു ഉപമ പറഞ്ഞാണ് എന്റെ ഭാമേ. അതെങ്ങനെയാ? അത് മനസ്സിലാക്കാനുള്ള മോളെ ദൈവം നിനക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പലിശക്കണക്കും കൂടി ഇവിടെ കഴിയേണ്ടി വരുമായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഇവിടെ കിടക്കുന്നത് കൊണ്ടാ 3-4 നേരം വെട്ടി വിഴുങ്ങുന്നത്. അതോർത്തോ? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. നിങ്ങൾ തന്നെയാണോ ഗിരിജയ്ക്ക് വരുന്ന കല്യാണങ്ങളെല്ലാം മുടക്കുന്നതെന്നാ എനിക്ക് ഇപ്പൊ സംശയം. സുമി, നീയും എന്നെ സംശയിക്കുകയാണോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി മേലും കീഴും നോക്കണ്ട. അത് തന്നെ ചെയ്യാം. അത് വേണോ? വേണം. നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലെന്ന് കരുതി എനിക്കതുണ്ട്. നിങ്ങളെ പറയിക്കാൻ വേണ്ടി തന്നെ അവരെ കല്യാണം മുടക്കിയത്. അവര് നമ്മളെവിടെ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ പോച്ച് ചാടിക്കണം. അവരെ പെരുവഴിയിലാക്കാനുള്ള വഴി ഈ പെരുവഴിയിൽ എല്ലാ ലിച്ചും കണ്ടിട്ടുണ്ട്. മുട്ടയെല്ലാം കൂടെ കുടിക്കണ്ട, മതി. ഞാനൊരു ഗുരുക്കളല്ലേ ഭാമേ? മസിൽ കൂടിക്കൂടി വരുന്നു. മതി, ശക്തി നോക്കല്ലേ. മനസ്സിലായിട്ടുണ്ട്. ഓതിരം, കടകൻ, ഊഴിക്കടകൻ,
ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്താ? നീ ഇതിലൂടെ വരരുത്. സുമി വിഷമിക്കാ, നിന്റെ കൂടെ ഞാനുണ്ട്. അശോക, നീ ഇതിന് ഇപ്പൊ സമാനം പറ. എന്താ ഇവിടെ? ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി ഞാൻ എന്റെ സുബിയുടെ കഴുത്തിൽ ചാർത്തിയ താലിമാല ഏതോ തസ്കൃത ഭരിച്ചിരിക്കുന്നു. എപ്പോ? ഇന്നലെ അർദ്ധരാത്രി ഏകദേശം 3-നും 3:10 ഇടയ്ക്കായിരിക്കും ഈ സംഭവം എന്നാണ് എന്റെ നിഗമനം. എന്താ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയം മാത്രമല്ല, ആരാ എടുത്തോന്നൊക്കെ എനിക്കറിയാം. എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? ഒന്നും അറിയാത്ത പോലെ. മാല ഇവിടെ ഉള്ളവരാരും അറിയാതെ പോവില്ല. മര്യാദക്ക് തിരികെ തരുന്നതാണ് നല്ലത്. ആര് മോഷ്ടിച്ചതാ പറയുന്നത്? അതെന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം. അവര് വന്ന് അന്വേഷിക്കട്ടെ. വേണ്ട, പോലീസിനെ വിളിക്കണ്ട. അതെന്താ? പോലീസിനെ വിളിച്ചാൽ അവര് വന്ന് അന്വേഷിക്കട്ടെ. വരട്ടെട്ടാ, പോലീസ് ഒന്ന് 2 ഇടി ഇടിച്ചാലേ സത്യം പുറത്തു വരൂ. അല്ലാതെ തന്നെ നമുക്ക് സത്യം പുറത്തു കൊണ്ടുവരാൻ സുമി. അതെന്താ പോലീസ് വരുന്നതിൽ അളിയിൽ ഇത്ര പേടി? പോലീസിനെ വിളിച്ച് നാട്ടുകാരറിഞ്ഞ് ഈ വീടിന്റെ മാനം ഒരു മാലയുടെ പേരിൽ മലിനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഭിമാനമാണ് അശോക നമുക്ക് വലുത്, അല്ലേ അമ്മേ? സമ്മതിക്കാതിരിക്കാൻ താനെന്താ ആഭ്യന്തരമന്ത്രിയോ? അളിയാ, വിളിക്കണം പോലീസിനെ. കൊണ്ട് ഞാൻ എടുപ്പിക്കാം. സുമി ഇങ്ങെടുക്ക്. പലരുടെയും പൊയ്മുഖങ്ങൾ ഇവിടെ തകർന്നു വീഴുന്ന ഈ വീട്ടിലുള്ളവർ കാണട്ടെ. എനിക്ക് ചേട്ടന്റെ പെട്ടി ഒന്ന് പരിശോധിക്കണം. നിക്ക്. എന്റെ പെട്ടി പരിശോധിക്കുന്നത് കൊള്ളാം. മുറിയിൽ നിന്ന് മാല കണ്ടെടുത്തില്ലെങ്കിൽ രണ്ടിന്റെയും തല ഞാൻ കൊയ്യും. ഭാമയെ മുറി തുറന്നു കൊടുക്ക്. അവള് പരിശോധിക്കട്ടെ. എന്റെ പെട്ടി നോക്കരുത്. ആഹാ, സുമ, എന്റെ പെട്ടി നോക്കരുതെന്നാ പറഞ്ഞത്. അത്ര കൊള്ളില്ലല്ലോ. കുറെ നാളായി ഓരോ ദേ, പെട്ടി തൊട്ട് കളിക്കരുതെന്നാ പറഞ്ഞത് കേട്ടില്ലേ? കാണിച്ചുതരാം. ആ, എന്നാ പിന്നെ നീ എടുക്കുന്ന ഒന്ന് കാണണം. അയ്യോ, ആ. ദൈവമേ, എന്റെ മാല കാണാനില്ല. ഞാൻ ഇവിടെ വച്ചിരുന്നത്. ആഹാ, അത് ശരി. നീ ഞങ്ങളുടെ പെട്ടി കൊണ്ട് വെച്ചിട്ട് ഞങ്ങളെ കള്ളിയാക്കാൻ നോക്കുന്നു. സുമി, തൊണ്ടി എവിടെ? ചേട്ടാ, എന്റെ മാല തൊണ്ടി കാണാനില്ല. കാണാനില്ലേ? വീണ്ടും ഒരു മോഷ്ടമോ? തൊണ്ടി എടുത്താ തെണ്ടി ആര്? അയ്യോ, നിങ്ങൾ അവനെ വെട്ടിയോ? ഇല്ല. സുമി, ആഹാ, ഇത് എവിടെയായിരുന്നു? എന്താ ചേട്ടാ ഇത്? ഒരു സാരി. എന്തിനാ ഇപ്പൊ ഇതൊക്കെ? എനിക്ക് ആവശ്യത്തിന് സാരി ഉണ്ടല്ലോ. ഉണ്ടായിക്കോട്ടെ. ഭാര്യയോടും കുടുംബത്തോടും സ്നേഹമില്ലാത്തവനെന്നല്ലേ നീ കരുതിയിരുന്നത്? എന്റെ സ്നേഹം മുഴുവൻ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു സുമി, ഒരു അവസരം വരാൻ. എനിക്ക് എന്റെ ചേട്ടനെ നന്നായിട്ട് അറിയാം. സുമി, നീ ഈ സാരി ഒന്ന് എടുത്തു വരൂ. ഓ, ഈ ചേട്ടന്റെ ഒരു കാര്യം വല്ലയിടത്തും പോകുമ്പോ കൊടുത്താ പോരെ? അതുപോരാ, ഇപ്പൊ തന്നെ വേണം. ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇനി അതിനുള്ള അവസരം ഉണ്ടായില്ലെങ്കിലോ? ചേട്ടാ, ആ, ഇതാ മുല്ലപ്പൂ. മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ നിന്റെ മാലയ്ക്ക് പകരം 25 ക്യാരറ്റിന്റെ കുനുകുന മുത്തുള്ള ഒരു മാലയും ഞാൻ വാങ്ങിത്തരുന്നുണ്ട്. അടിയിൽ ലാലിച്ചൻ എന്ന ലോക്കറ്റ് ഉള്ളത്. ഓ, ഞാനത് അപ്പോഴേ മറന്നു. ലോക്കറ്റിന്റെ കാര്യം അല്ല, മാലയുടെ കാര്യം. അതെന്താ സുമി നീ അത് ഇത്ര വേഗം മറന്നുളഞ്ഞേ? അത് മുക്കുകൊണ്ടാണ് ചേട്ടാ. കരയല്ലേ സുമി. ഭർത്താവ് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഭാര്യ സന്തോഷത്തോടു കൂടി വേണ്ട യാത്ര അയക്കാൻ. എന്നാലും ചേട്ടൻ ഇത്ര പെട്ടെന്നൊരു തീരുമാനത്തിലെത്തിയല്ലോ. മനുഷ്യൻ സാഹചര്യത്തിനടിമയല്ലേ സുമി. പെട്ടിയെടുക്കട്ടെ. കണ്ണോടയ്ക്ക്. ആത്മസംയമനം പാലിക്കൂ സുമി. ദിവസവും 2 നേരം ഞാൻ നിനക്ക് കത്തെഴുതും. എന്താ അളിയ എന്താ ഇത്ര പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചത്? നിങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള ഒരാളല്ല ഞാൻ. ജീവിതകാലം മുഴുവൻ ഭാര്യ വീട്ടിൽ കഴിയാൻ എനിക്കാവില്ലളിയ, ആവില്ല. അനശ്വര സിംഫണികൾ തയ്യാറാക്കാൻ സംഗീത സ്നേഹികളായ സായിപ്പന്മാർ എന്നെ ക്ഷണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുവരെ ഡെറാഡൂണിലെ ഒരു സംഗീത അക്കാദമിയിലേക്ക് അധ്യാപകനായിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് എന്റെ ഒരേ ഒരു അമ്മാവൻ. എന്റെ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഗിരിജയുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇല്ലമ്മേ, ഇനിയും ഞാനിവിടെ നിന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവും. എനിക്കൊരാഗ്രഹമുണ്ട്. എന്നും എന്നോട് ദേഷ്യപ്പെടാറുള്ള എന്റെ ഏട്ടൻ
എന്റെ മുഖത്ത് നോക്കി ഹൃദയം തുറന്നൊന്ന് ചിരിക്കണം. ചിരിക്കില്ലേ ചേട്ടാ? നല്ല ചന്തം. തൃപ്തിയായി. ലാലുട്ടി പോകുന്നതിന് മുമ്പ് നിന്റെ ആ സ്വരമാതിരി അവസാനമായി എനിക്കൊന്ന് കേൾക്കണം. നീലചന്ദ്രീംരി ജൂം സന്നാന അമ്മേ നീലചന്ദ്രീംരി ജൂം സന്നാന നീലചന്ദ്രീംരി ജൂം സന്നാന ജൂം സന്നാന എന്റെ നീലചന്ദ്രീ. അയ്യോ എന്നെ പൊക്കി. അളിയോ അളിയ എവിടെ പോകുന്നു? ആള് വന്നിരിക്കുന്നു. ഞാൻ പാസ്പോർട്ട് എടുക്കാൻ മറന്നു. അളിയോ അളിയ നിന്നേ. എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് നിനക്ക് അറിയില്ലേ? എന്തിനാ നിങ്ങൾ തല്ലുന്നത്? എനിക്കറിയോ, അവരോട് ചോദിക്കണം. അയ്യോ, എന്നെ കൊല്ലരുത്. നിങ്ങൾക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? ഞാൻ ഈ താലിയുടെ അല്ല ഈ കല്ലിന്റെ മാറ്റം കുറിച്ച് നോക്കായിരുന്നു. ഈ കല്ല് മുക്കാണോ? വന്ന് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ താലി വിശ്വാസം ഇല്ലാതായോ? അയ്യോ, എനിക്ക് വിശ്വാസമില്ലാത്തല്ല ഭാമേ. പോലീസുകാർക്ക് വിശ്വാസമില്ലാതെ അയലോ ഒന്ന് പേടിച്ചിട്ടാ. അനിയന് പറ്റിയതുപോലെ എനിക്ക് പറ്റരുതല്ലോ. അയ്യോ ലൈറ്റ് പിടിച്ചു പിടിച്ചു. അയ്യോ അയ്യോ എന്നെ കൊല്ലല്ലേ. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായിട്ട് തന്നെ തന്നത്. തലേക്കൂടെ മുണ്ടിട്ട് ആളറിയത്തില്ലെന്ന് വിചാരിച്ചു. അത് മഴ കാരണമാണ്. കാരണമൊന്നും പറയണ്ട. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാം. ഈ വീട്ടിലുള്ളവർ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് വരെ ഒരു പോലീസുകാരൻ ഇവിടെ ആരും അന്വേഷിച്ചു വന്നിട്ടില്ല. മാനവ മര്യാദക്ക് ജീവിക്കുന്നവരാ ഇവിടെ. മാനവും മര്യാദ ഇവിടെ ആർക്കാ മാനവും മര്യാദ ഉള്ളത് എനിക്ക് ഇപ്പൊ അറിയണം. ഡേറാഡൂണെന്ന് എപ്പ വന്നനിയാ? ചേട്ടാ പാമ്പ് കടിച്ചു എന്റെ വായി പാഷാണം കലക്കി ഒഴിക്കല്ലേ. എല്ലാത്തിനും ഈ തള്ള ഒരുത്തിയാണ് കാരണം. സ്ത്രീധനമായിട്ട് എനിക്ക് മുക്ക് കൊണ്ടോടെ വന്നല്ലേ. എന്റെ തള്ളയല്ല, ചേട്ടന്റെ തള്ളയെ തെറ്റുകാരി. കല്യാണം കഴിഞ്ഞ് ആദ്യ വിരുന്നിന് വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോ 10 പവന്റെ ആഭരണമില്ലാതെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിവൃത്തിയില്ലാതെ ഞാനാ മുക്കൊണ്ട് വാങ്ങിയിട്ടത്. സുമി എല്ലാം ചേട്ടനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാ. സുമി ഇനി അധികകാലം എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. അത്രയ്ക്കും വേണ്ടി കിട്ടി. എന്റെ സിംഫണിയും പൊട്ടി. വെട്ട് ഇതെടുത്ത് വെട്ട്. ഞാൻ എന്തിട്ട് കളി കളിക്കുന്നത്? ഞാൻ ഇപ്പൊ പോകുന്ന കാര്യം പറയുക. ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ? എന്ത് കളിയാണ് കളിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല പറ്റി. എന്താണ് നിങ്ങളോടാ ചോദിച്ചത്? വാരിക്കുഴി വീട് വാരിക്കുഴിയില് അറിയാമോ? ആരെ കാണാനാ? അങ്ങനെയൊന്നുമില്ല, എല്ലാരെയും കാണണം. മാലക്കേസുമായിട്ട് ബന്ധപ്പെട്ട വല്ലവരായിരിക്കും. ഒന്ന് ചോദിച്ചു കളയാ. ആ മാല വിറ്റിട്ട് അതെങ്ങനെ മനസ്സിലായി? ആളെ കണ്ട അറിഞ്ഞൂടെ? ഇവിടുന്ന് നേരെ പോകുമ്പോ ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ ഇടത്തോട്ടൊരു വളവാണ്. അവിടെ വയലിന്റെ കരക്കിരിക്കുന്ന ആദ്യത്തെ വീടാണ് വാരിക്കുഴിയിലെ വീട്. നിങ്ങൾ അന്വേഷിക്കുന്ന പാർട്ടി അവിടെ ഉണ്ട്. വേഗം ചെന്ന പിടികൂടാ. നല്ലായിക്കോട്ടെ, കാണാം. പിന്നെ ഞാൻ കൂടെ വരാം. കയറിക്കോളൂ. അല്ലെങ്കിൽ വേണ്ട. ലാലിച്ച, ഇന്നോടെ നീ പുറത്തും ഞാൻ അകത്തും.
ഇന്ന് നിന്റെ ചീ 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 ചീ. കല്യാണിക്കുട്ടിയമ്മ, ഞാനാ ഇത് മകനാ അശോകൻ. ആ നിങ്ങളാരാ മനസ്സിലായില്ല? പറയാം. കേറിയിരിക്കാൻ ആരും പറയാത്ത എന്താ? കയറിയിരിക്കാം. ആ. ഇരിക്കൂ. ആ, അമ്മ ഇരിക്കൂ, ഇരിക്കൂ. വരം സാർ, വരം 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 വരം. നമ്മളെയല്ലേ വഴി വെച്ച്? അതെ, ഞാൻ സാറിനെ സഹായിക്കാൻ വേണ്ടി കുറുക്കു വഴി കൂടെ എത്തി. വണ്ടി കറങ്ങിയല്ലേ വരുന്നത്. ആ, ഞാൻ അഡ്വക്കേറ്റ് ഭരതൻ. ഓ, അപ്പൊ കേസുമായോ? നന്നായി. ആളിവിടെ ഉണ്ട്, ഉറക്കവാ. കൈയോടെ പിടിക്കാം. പോലീസുകാരെ വെട്ടിച്ച് അറിയാം. കിടക്കാം. ഒന്ന് പാടും. പോലീസോ? അതെ, പോലീസ്. ഇയാൾ ആരാ? ഞാൻ കല്യാൺകുട്ടിയമ്മയുടെ മൂത്ത മകളുടെ മൂത്ത ഭർത്താവാ. സാർ ക്ഷമിക്കണം, അളിയൻ ഒരു അബദ്ധം പറ്റിപ്പോയതാ. മാല മാറിപ്പോയി. സ്വന്തം ഭാര്യയുടെ മാല തന്നെയാ, അല്ലാതെ മോഷിച്ചൊന്നുമല്ല. മോഷിച്ചാണോ മാറിപ്പോയതാണോ എന്നല്ല പ്രശ്നം. സ്വർണ്ണമാണെന്ന് പറഞ്ഞ് മുക്കുവണ്ട കൊണ്ട് വിൽക്കാന്ന് പറഞ്ഞ വിശ്വാസവഞ്ചനല്ലേ? ഇത്തരം കേസിന് കുറഞ്ഞത് 6 വർഷമെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും, അല്ലേ വക്കീൽ സാർ? അയ്യോ, എന്റെ പൊന്ന് സാറേ, എന്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അറിയാതെ ചെയ്തു പോയതാ, ജയിലിലിടരുത്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നത്. ദാ, ഇയാളെ അമ്മയ്ക്ക് മനസ്സിലായി നോക്കണം. ഇത് നമ്മുടെ വീരപ്പനല്ലേ? അല്ലേ? ഇല്ല, എവിടെയോ കണ്ടുമറന്ന മുഖം. എന്നാ ഇതൊന്ന് നോക്കൂ. ഗിരിജയ്ക്ക് ഇനി വല്ല വിവാഹാലോചനയുമായി വന്നതാണോ? ഒരു കണക്കിന് പറഞ്ഞാൽ ഞാനൊരു ആലോചനയുമായിട്ടാണ് വന്നത്. ആരാണെന്ന് പറ സാറേ. ഇതെന്താ ക്വിസ് മത്സരം? അയ്യോ, ഇതെന്റെ വാസുകുട്ടിയല്ലേ? എവിടെയവൻ? ഇപ്പോഴെങ്കിലും എന്നെ ഒന്നൊന്ന് കാണാൻ തോന്നിയല്ലോ. വിളിക്കവനെ, ഞാനൊന്ന് കാണട്ടെ. അമ്മേ, അമ്മയുടെ സഹോദരൻ ഇനി വിളിച്ചാ വരില്ല. ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ വിധി ഒന്നിനും സമ്മതിച്ചില്ല. പെട്ടെന്നായിരുന്നു എല്ലാം. എന്റെ വാസുകുട്ടി. അമ്മേ. വരൂ. ചെറുപ്പം മുതലേ അവന് നാട് വിട്ടു പോണമെന്നായിരുന്നു മോഹം. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അച്ഛൻ എതിർക്കുമായിരുന്നു. നിവർത്തിയില്ലാതെ വന്നപ്പോ എന്റെ താലിമാലയും കൊണ്ട് അവൻ നാട് വിട്ടു. എന്റെ മുഖത്ത് നോക്കാനുള്ള നാണക്കേട് കൊണ്ടായിരിക്കും എന്നെ വന്ന് കാണാൻ. അച്ഛൻ മരിക്കാൻ നേരവും വാസു വന്നില്ലേന്നാ ചോദിച്ചു. കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. പോയവരോ പോയി. ജീവിച്ചിരുന്നപ്പോ അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മളായിട്ടത് പൂർത്തീകരിച്ചു കൊടുക്കുക. എല്ലാവരെയും വന്നൊന്ന് കാണണമെന്ന് ഈ അടുത്ത കാലത്തിനോട് പറയുകയുണ്ടായി. വിധി എന്നൊന്നുണ്ടല്ലോ, അതുപോലെ നടക്കൂ. ഇവിടുന്ന് പുറപ്പെട്ടു പോയ അദ്ദേഹം വന്നുപെട്ടത് തമിഴ്നാട്ടിലെ മധുരാന്തകം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരുപാട് കഷ്ടപ്പെട്ടു. ആരൊക്കെയോ സഹായിച്ചു, കുറെ പണം ഉണ്ടാക്കി. അക്കാലത്താണ് ഒരു ഗൗണ്ടറുമായി അടുപ്പത്തിലായത്. ആ അടുപ്പം അയാളുടെ മകളുമായുള്ള വിവാഹത്തിൽ കലാശിച്ചു. അങ്ങനെ വാസുദേവൻ നായർ കോടീശ്വരനായി. കൗണ്ടർ നായർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അറിയാത്തവരായി ആരുമില്ല. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ ഒരു ആഗ്രഹം അറിയിച്ചു. ഈ സ്വത്തിൻ്റെയൊക്കെ അവകാശിയായ തന്റെ ഏക മകളെ അമ്മയുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. തന്റെ പെങ്ങളോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടിയാവും അദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഈ വിവരം നിങ്ങളെ ധരിപ്പിക്കാനും
അങ്ങോട്ട് വരണമെന്ന് പറയാനുമാണ് ഞാൻ വന്നത്. അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ? അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ കോടിക്കണക്കിന് വില പതിക്കുന്ന സ്വത്തുക്കൾ വേണ്ടവണ്ണം നോക്കി നടത്താൻ അവിടെ ആളില്ലാതെ വിഷമിക്കുകയാണ്. എന്നാ ഉടനെ പോകാളിയാ. കറക്റ്റ്. അല്ല വക്കീൽ, ഒരു സംശയം ചോദിച്ചോട്ടെ. വാസ്തവത്തിൽ ഈ പെൺകുട്ടിക്ക് വല്ല മാറാവ്യാധിയോ ഭ്രാന്തോ അല്ലറ ചില്ലറ നടപടി ദൂഷ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും അല്ല, എന്തായാലും എനിക്ക് പരിപൂർണ സമ്മതമാണ്. എനിക്കും. അശോകൻ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കിതൊക്കെ ഒരു മുത്തശ്ശി കഥ പോലെ തോന്നുന്നു. മാത്രമല്ല സർ, അച്ഛനുള്ളപ്പോ പറയുമായിരുന്നു അർഹിക്കാത്തൊന്നും ആഗ്രഹിക്കരുത്. വേണ്ട വേണ്ട സർ. എല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് കരുതി സന്തോഷിക്കുക. എന്തായാലും നിങ്ങൾ വരുന്നു എന്നുള്ള കാര്യം ഞാനോട് അറിയിക്കുകയാണ്.